ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എറണാകുളം ബ്രോഡ്വേയിലുള്ള ഒരു ഗിഫ്റ്റ് ഹൗസിലേക്കാണ്. ഗിഫ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അതിമനോഹരവും അതിവിശാലവുമായ ആബേൽ ഗിഫ്റ്റ് ഹൗസ്. ആബേൽ ഗിഫ്റ്റ് ഹൗസിൻ്റെ അകത്തളങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഈ ഗിഫ്റ്റ് ഹൗസ് കണ്ടതിൽ വഴി ലഭിച്ചത്. കാരണം ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അനേകം ആയിരക്കണക്കിന് ചെടികൾ ഒറിജിനലായി ഉണ്ടായിരുന്ന ഞാൻ കുറച്ചു കാലങ്ങളായി അവയുടെ സംരക്ഷണവുമൊക്കെ സാധ്യമല്ലാത്ത വിധം ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അവയൊക്കെ കുറേയൊക്കെ നശിച്ചുപോയി. അങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന സമയത്താണ് അത്യാവശ്യം എറണാകുളത്ത് ഒരു പർച്ചേസിന് പോയപ്പോൾ ഇത്തരമൊരു കട കാണാനും അതിലേക്ക് കയറാനും ആഗ്രഹം തോന്നി എത്തപ്പെട്ടത്. അപ്പോൾ എൻ്റെ എല്ലാ സങ്കടങ്ങളും അവിടെ മാറിക്കിട്ടി. കാരണം ഞാൻ പരിപാലിച്ചു പോന്ന അനേക ചെടികളും അതുകൂടാതെ അതിനേക്കാൾ ഒരുപാട് ബൃഹത്തായതും അനേക എണ്ണങ്ങളിലും വണ്ണങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള വിപുലമായ ചെടികളുടെ ഒരു ശേഖരമാണ് ഇവിടെ എനിക്ക് കാണാനായത്. പക്ഷേ ഇവയൊന്നും നനയ്ക്കുകയോ വളമിടുകയോ ഒന്നും ചെയ്യേണ്ടതില്ല, വെയിലത്ത് വാടുകയുമില്ല എന്നുള്ളൊരു പ്രത്യേകത മാത്രമാണ് ഈ ചെടികൾക്കുള്ളത്. എന്നിരുന്നാലും മനുഷ്യൻ അവൻ്റെ പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ AI സംവിധാനത്തിലേക്കൊക്കെ നമ്മൾ മാറിയപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ പച്ചപ്പും സർവ്വജീവജാലങ്ങളെയും ഇന്ന് മനുഷ്യൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മോഡലിലും രൂപത്തിലും ഭാവത്തിലുമൊക്കെ അതെല്ലാം പ്ലാസ്റ്റിക്കുകളിലുമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. ഒറിജിനലിനെ വെല്ലുന്ന ചെടികളും പൂക്കളുമാണ് ഈ കടയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. എത്രമാത്രം കണ്ടാലും മതിവരാത്ത, നമ്മൾ കണ്ടിട്ട് പോലുമില്ലാത്ത അനേക ചെടികളും പൂക്കളും നമ്മെ വിസ്മയിപ്പിക്കുകയാണ്. ഈ കാഴ്ച എത്ര നേരം കണ്ടാലും മതിവരില്ല എന്ന് എടുത്തു പറയേണ്ടതില്ല. ഞാനും പങ്കാളിയും കൂടെ അങ്ങനെ ഓരോ പൂക്കളെയും ചെടികളെയും മാറി മാറി തലോടുകയും അവയുടെ ഭംഗി ആസ്വദിച്ച് അവയെല്ലാം എൻ്റെ ക്യാമറ കണ്ണുകളിൽ പകർത്തി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെടികളെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് അവയെ പരിപാലിക്കാൻ അസൗകര്യമുള്ളവർ ഇന്ന് പ്ലാസ്റ്റിക് ചെടികളും പൂക്കളുമാണ് എല്ലായിടത്തും അലങ്കരിച്ച് വയ്ക്കുന്നതും സമ്മാനമായി കൊടുക്കുന്നതും. ഇത്ര ബൾക്കായിട്ട് പ്ലാസ്റ്റിക് ചെടികൾ വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ഓരോന്നിൻ്റെയും വിശദ വിവരങ്ങളും വിലയുമൊക്കെ ഇതിൻ്റെ ഓണറോട് ചോദിച്ച് അങ്ങനെ ആസ്വദിച്ച അനുവാദത്തോടെ എല്ലാം ക്യാമറയിൽ ഒപ്പിയെടുക്കുകയാണ്. ചെടികൾ എത്ര കണ്ടാലും മതിവരില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഇത്തരം ചെടികളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഇതെങ്ങനെ ഈ സാങ്കേതിക വിദ്യയിൽ കമ്പ്യൂട്ടർ സഹായത്തോടെയാണ് ഇതിൻ്റെ നിർമ്മിതി എന്നാണ് അറിഞ്ഞു കേൾക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ തന്നെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ട് എന്ന് ആ കട ഉടമ എന്നോട് പറഞ്ഞു. ഓരോന്നിൻ്റെയും ഭംഗി വിവരിക്കേണ്ടതില്ല, വിവരിക്കണേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇത് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. അത്രമാത്രം വിശാലമായൊരു ഷോപ്പാണ്. എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഒതുക്കേണ്ടുള്ളത് കൊണ്ട് ഞാനൊരല്പം സ്പീഡിലാണ് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും. സ്നേഹം നിറഞ്ഞവരെ, ചെടികളെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ എല്ലാം ഇന്നത്തെ കാലത്ത് മനുഷ്യൻ എളുപ്പ വഴികൾ തേടുകയാണ്. ഭക്ഷണം വരെ പാചകം ചെയ്ത് കഴിക്കാൻ മടി കാണിക്കുന്നവർ എവിടെയാണ് ചെടികളെ വളർത്താൻ ഇഷ്ടപ്പെടുക, സമയം കണ്ടെത്തുക? ആ ഒരു തരത്തിലേക്ക് മനുഷ്യൻ എളുപ്പ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതോടുകൂടി ഒറിജിനലായിട്ടുള്ള എല്ലാം പതുക്കെ വഴിമാറി അവയുടെ സ്ഥാനത്തേക്ക് രൂപങ്ങളും ദൃശ്യങ്ങളുമായി പ്ലാസ്റ്റിക്കുകളുമായി അവ പുനഃപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരമൊരു കട ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. ഇത്രമാത്രം ചെടികളെ ഇതിൻ്റെ നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് ഇവിടെ എത്തിച്ച് ഇത്തരമൊരു ഷോപ്പ് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഓണർ എന്തായാലും
ഈ ചെടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഇത്തരം ചെടികളെ കളക്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇതെല്ലാം ഒരു കേന്ദ്രങ്ങളിൽ നിന്നല്ല നമുക്ക് ലഭിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ബ്രോഡ്വേയിലുള്ള ഈ ആബേൽ ഗിഫ്റ്റ് ഹൗസ് എന്നെ വല്ലാതെ ത്രസിപ്പിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തങ്ങളായ ചെടികൾ നമ്മെ ശരിക്കും നമ്മുടെ മനം കവരുകയാണ്. പച്ചപ്പാടിൻ്റെ സന്തോഷം കുറേ നാളുകളായിട്ട് ലോങ് വീഡിയോ നിലവിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യാത്ര ചെയ്യാനുള്ള ചില അസൗകര്യങ്ങൾ വന്നുപെട്ടതുകൊണ്ടും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ലോങ് വീഡിയോയിൽ നിന്ന് പിന്മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും എൻ്റെ സഞ്ചാരവും ലോങ് വീഡിയോയും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ കാണുന്ന വർണ്ണാഭയും ഈ വർണ്ണശോഭകളുമൊക്കെ എത്ര ആസ്വദിച്ചാലും മതി വരില്ല. എൻ്റെ പങ്കാളിയാണെങ്കിൽ ഇത് കണ്ട് അമ്പരന്ന് ഓരോന്നിൻ്റെയും ചുവടിലൂടെയും അതിൻ്റെ വീഡിയോ എടുത്തും ആസ്വദിക്കുകയാണ്. എൻ്റെ മകൾക്ക് വേണ്ടി ഒരു വലിയ ചെടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് എറണാകുളത്തേക്ക് എത്തിയത്. അങ്ങനെ കുറേ അധികം കടകൾ കയറിയിറങ്ങി അവസാനമാണ് ഈ ആബേൽ ഗിഫ്റ്റ് ഹൗസ് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് വല്ലാത്തൊരു സന്തോഷവും അനുഭൂതിയുമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ജീവിതത്തിൽ ഇത്തരം ചില കാഴ്ചകളും അനുഭൂതികളും സന്തോഷങ്ങളും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ ഇത്രയും കാഴ്ചകളൊന്നും നമുക്ക് കാണാനാവില്ല. അതിനാൽ യാത്രകളിൽ ചില കാഴ്ചകൾ നമ്മെ ഒരുപാട് വിസ്മയിപ്പിക്കാറുണ്ട്. ആ യാത്രകളിലൂടെ ഏറ്റവും വലിയ അനുഭൂതിയും ഒരുപക്ഷെ അത് തന്നെയായിരിക്കും. അങ്ങനെ ഞാനും പങ്കാളിയും ഈ ഷോപ്പിൻ്റെ വിപുലമായ ഒരുക്കങ്ങളും അതിൻ്റെ വർണ്ണാഭയും മാക്സിമം ഞങ്ങളുടെ ക്യാമറയിൽ പകർത്തി ഞങ്ങൾ അതിൻ്റെ ഓണറോട് വിശദ വിവരങ്ങളൊക്കെ സംസാരിച്ച് അതിൻ്റെ വരും വരാഴികളൊക്കെ ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇത്തരം ചാനൽ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ കണ്ട നിങ്ങൾക്കേവർക്കും നന്ദി അറിയിക്കുന്നു. ഗുഡ് ബൈ.